ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നത് ജനങ്ങളിൽ അന്ധവിശ്വാസത്തിന്റെ പൊടിയിട്ട് മാന്ത്രികത സൃഷ്ടിക്കാനല്ല. മനുഷ്യ ദൈവങ്ങളെ അല്ല ജനങ്ങൾ വിജയിപ്പിച്ചത്. ബോധവും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്നെന്ന് അവർ തെറ്റിദ്ധരിച്ച മനുഷ്യരെയാണ്. അല്ലെങ്കിൽ പിന്നെ വല്ല സന്യാസിമാരെയും കൊണ്ടുവന്ന് പാർലമെന്റിൽ ഒരു ഗണപതി ഹോമമോ ശത്രു സംഹാര പൂജയോ നടത്തിയാൽ പോരെ? കുറച്ച് പുകയും മണവും ഒക്കെ ഉണ്ടാകുമെന്നല്ലാതെ ഒച്ചപ്പാടും ബഹളവും തമ്മിൽ തല്ലും ഒന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ദൈവം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്ന മോദി സർക്കാർ ഈ ചോദ്യത്തിനൊന്ന് മറുപടി പറയണം. എന്തിനാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഈ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നത്? ശത്രുരാജ്യം ആക്രമിക്കാൻ വരുന്നെന്നറിഞ്ഞാൽ ഒരു ശത്രു സംഹാര പൂജ നടത്തിയാൽ പോരെ? അത് പോരെങ്കിൽ മോശം കിട്ടുമെന്ന നിങ്ങളുടെ വിവരക്കേടിനെ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളെ എന്തിനാണ് മതത്തിന്റെ അഴുക്കുചാലിൽ മുക്കി പൊക്കി കൊന്നെടുക്കുന്നത്? ശത്രു സംഹാര പൂജ നടത്തിയിട്ട് ഒരു രാജ്യവും ഇന്നേ വരെ ഒരു യുദ്ധവും ജയിച്ച ചരിത്രമില്ല മോദിജി. ഗംഗയിലും യമുനയിലും ഒക്കെയുള്ള മലിനജലത്തിൽ മുങ്ങി പാപം കളഞ്ഞ് ദൈവത്തിനെ പ്രാപിക്കാമെങ്കിൽ പണ്ടാരോ ചോദിച്ചതുപോലെ ദൈവത്തിനോട് ഈ നാട്ടിലെ ജനങ്ങളുടെ പട്ടിണിയും വിശപ്പും മാറ്റാൻ ഒരു ടൺ അരിയോ ഗോതമ്പോ പോട്ടെ, ഇതൊന്നും വേണ്ട, ഈ റോഡും സ്കൂളും ഒക്കെ ഒന്ന് നന്നാക്കി തരാൻ പറഞ്ഞൂടെ? വിവരക്കേടിനെ ആയുധമാക്കി മത സൗഹാർദ്ദത്തിന്റെ പെരുമയുണ്ടായിരുന്ന ഒരു രാജ്യത്തിനെ കാവി ഉടുപ്പിച്ചും രുദ്രാക്ഷം ധരിപ്പിച്ചും മുസൽമാനോടും ക്രൈസ്തവനോടും തമ്മിൽ തല്ലി ചോര കുടിക്കുന്ന ചെന്നായയുടെ കുടിലതന്ത്രമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാകുംഭമേള എന്ന പ്രഹസനം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ മരിച്ച പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് കണക്കുണ്ടോ? അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന ദൈവം അവരിൽ ഒരാളുടെയെങ്കിലും ജീവൻ. ജനുവരി 29-ന് കുംഭമേളയുടെ ജനക്കൂട്ടത്തിൽ പൊലിഞ്ഞു പോയത് ഒന്നും രണ്ടുമല്ല 30 മനുഷ്യജീവനുകളാണ്. അപകടം പറ്റിയത് 90 പേർക്ക്. ഫെബ്രുവരി 10-ന് വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10, പരിക്കേറ്റത് 19 പേർ. അന്ന് തന്നെ വീണ്ടും മറ്റൊരു അപകടത്തിൽ മരിച്ചത് 7 പേർ. കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും ഇല്ലാതായത് 18 ജീവനുകൾ. പരിക്കു പറ്റിയവർ അതിലുമേറെ. ഇതുകൊണ്ടൊന്നും ആയില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ മുങ്ങിക്കുളിക്കുന്ന ഗംഗയിൽ നിന്ന് പുണ്യം കിട്ടിയില്ലെങ്കിലും മാറാരോഗങ്ങൾ കിട്ടിയവരുടെ എണ്ണം ഇനി പിന്നാലെയുണ്ട് പുറത്തു വരാൻ. കോടിക്കണക്കിന് മനുഷ്യരുള്ള ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തിൽ ഇല്ലാതാകുന്ന ജീവനുകൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് വിലയുണ്ടായിരിക്കില്ല. പക്ഷേ അവരെ കാത്തിരുന്ന അവരുടെ തണലിൽ ജീവിച്ച സ്വപ്നം കണ്ട ഓരോ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാണനാണ്. വിദ്യയും വിവരവുമുള്ള ജനങ്ങളെ കേവലം രാഷ്ട്രീയ മതം വിഷം നിറച്ച് വിഷപ്പാമ്പുകളാക്കാൻ ശ്രമിക്കുന്ന മോദി ഭരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നരബലിയാവുകയാണ് കുംഭമേള. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനയുള്ള രാജ്യത്തിൽ, പട്ടിണിയും ദാരിദ്ര്യവും ഇന്നുമുള്ള രാജ്യത്തിൽ കുംഭമേളയുടെ പേരിൽ കോടികൾ ദൂർത്തടിച്ച് നടത്തുന്ന മനുഷ്യക്കുരുതി നിർത്തിവെക്കുകയാണ് സർക്കാരെ വേണ്ടത്. ഏത് വേദപുസ്തകത്തിലാണ് പാപിയെ വെള്ളത്തിൽ മുക്കി ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? വെള്ളത്തിനോളം അളവിൽ സാനിറ്റൈസർ ഒഴിച്ചാലും ശുദ്ധീകരിക്കാനാവാത്ത മാലിന്യവും പാതി കത്തിയതുമല്ലാത്തതുമായ മനുഷ്യ ശരീരവും തിങ്ങി ഒഴുകി നടക്കുന്ന ഗംഗാ നദിക്ക് മോക്ഷം കൊടുക്കാൻ കഴിയില്ലെന്നിരിക്കെ കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾക്ക് ഇന്ത്യയിലെ അരപ്പട്ടിണിക്കാരനെ അല്ല ബലി കൊടുക്കേണ്ടത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത് ശരിയായ ഭക്ഷണമാണ്, ജോലിയും വിദ്യാഭ്യാസവും ആരോഗ്യവും സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതാന്തരീക്ഷവുമാണ്. ഞങ്ങൾക്ക് മതവെറി പിടിച്ച വേട്ടനായ്ക്കളെ സൃഷ്ടിക്കുന്ന ഭരണകൂടത്തിനെ അല്ല ആവശ്യം. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായി ബുദ്ധിയും വിവേകവുമുള്ള ഭരണാധികാരികളെയാണ്. നിർത്തിവെക്കണം കുംഭമേള പോലെയുള്ള വിവരക്കേടുകൾ. എന്നിട്ട് ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി കാണിക്കും സർക്കാരെ.